നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ മനുഷ്യൻ്റെ 6 വൈരികളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. വളരെ മനസ്സിലാക്കാനുള്ള വിധത്തിലാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇഷ്ടപ്പെട്ടാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മനുഷ്യൻ്റെ 6 വൈരികൾ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം എന്നിവയാണ് അല്ലേ. അപ്പോൾ ഭഗവാന് അതേപോലെ തന്നെ ഭഗവാന് 6 ഗുണങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞു. എന്തൊക്കെയാണ് ഭഗവാനുള്ള 6 ഗുണങ്ങൾ? ഐശ്വര്യം, വീര്യം, യശസ്, ശ്രീ, ജ്ഞാനം, വൈരാഗ്യം എന്നീ 6 ഗുണങ്ങളുണ്ട് ഞാൻ പറഞ്ഞു. അപ്പോൾ ഭഗവാനുള്ള 6 ഗുണങ്ങൾ എല്ലാം ഒത്തിണങ്ങി ഭഗവാൻ ഒരു ദൈവീക ഭാവം പൂണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഭഗവാന് ആസുര ശക്തികളെ നശിപ്പിക്കാനുള്ള കഴിവുമുണ്ട് അല്ലേ. അതേപോലുള്ള ആസുര ശക്തികൾക്ക് അടിമയാണ് ഈ മനുഷ്യനും അല്ലേ. മനുഷ്യനിലുള്ളത് ആസുരികമായ കാര്യങ്ങളാണുള്ളത്. ആ ആസുരികതകളെ അവൻ നിയന്ത്രിച്ചില്ലെങ്കിൽ അവന് വളരെയധികം ദോഷങ്ങളായി ഈ 6 ഗുണങ്ങൾ ഭവിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഭഗവാന്റെ 6 ഗുണങ്ങൾ അതല്ല, നന്മയെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മളെ രക്ഷിക്കുവാനും ശിക്ഷിക്കുവാനുമുള്ള ഗുണഗണാദികളുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ 6 ഗുണങ്ങളിൽ ധർമ്മം, അർത്ഥം, കാമം, മോഹം എന്നിവയാണ് പുരുഷാർത്ഥങ്ങൾ എന്ന് പറയുന്നത്. ഈ പുരുഷാർത്ഥങ്ങളിൽ ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട്, ധർമ്മം, അർത്ഥം, കാമം എന്നിവയെ ത്രിവർഗമായിട്ടാണ് കണക്കാക്കുന്നതെന്നും അത് മനുഷ്യൻ്റെ ഈ വികാരങ്ങളാണ് അവനെ കലിയിലേക്ക് എത്തിക്കുന്നതെന്നൊക്കെ ഞാൻ കഴിഞ്ഞ തവണത്തെ ഒരു എപ്പിസോഡിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്ദ്രിയങ്ങൾക്ക് വിധേയനായി സത്വബോധത്തെ അല്ലെങ്കിൽ സ്വബോധത്തെ വിസ്മരിക്കുമ്പോഴാണ് മോഹമുണ്ടാകുന്നത്. അങ്ങനെ വിസ്മരിക്കപ്പെടുമ്പോൾ നമ്മൾ ഭഗവാനെ മറക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഉണ്ടാകുന്ന ഈ മോഹത്തെയാണ് എന്തെന്ന് പറയുന്നത്? കലി എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം മോഹം നമുക്ക് കാണാൻ കഴിയില്ല അല്ലേ. അത് നമ്മുടെ ഉള്ളിൽ നിന്ന് ഉയർന്നു വരുന്നൊരു വികാരം മാത്രമാണ്. അത് അങ്ങനെ ഉണ്ടാകുന്ന മോഹങ്ങൾ പല അനർത്ഥങ്ങൾക്കും കാരണമാകും അല്ലേ. പല അനർത്ഥങ്ങളും മോഹം മൂലം നമുക്കുണ്ടാകുന്നുണ്ട്. അപ്പോൾ മോഹം ഇല്ലാതെ ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഭഗവാനിലേക്ക് എത്തണം. ഭഗവാനിലേക്ക് എത്തണമെങ്കിൽ എന്താ വേണ്ടത്? ഭഗവത് സ്മരണകൾ ഉണ്ടായിരിക്കണം. പക്ഷേ ഈ മോഹം എന്ന വികാരം നമ്മളിൽ ഉടലെടുക്കുമ്പോൾ നമുക്ക് എന്താ സംഭവിക്കുന്നത്? നമ്മളെല്ലാം വിസ്മരിക്കുകയാണ്, സ്വബോധം നമുക്ക് നഷ്ടപ്പെടുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പല തെറ്റായ കാര്യങ്ങളും ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ ഇങ്ങനെയിരിക്കുന്ന ഈ മോഹം തന്നെയാണ് ഇങ്ങനെയുള്ള മോഹങ്ങളെ പ്രച്ഛന്ന കലി എന്നാണ് പറയുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോഹം എന്താണെന്ന്, ആ മോഹം മൂലം വരുന്ന കലി എന്താണെന്നൊന്നും നമുക്കറിയില്ല അല്ലേ, നമ്മൾ കാണുന്നില്ല. അപ്പോൾ കാണാത്ത അതിനെയാണ് നമ്മൾ പ്രച്ഛന്ന കലി എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെയിരിക്കുന്ന ഈ മോഹം തന്നെയാണ് എന്തുണ്ടാക്കുന്നത്? കാമക്രോധ ലോഭമത മാത്സര്യത്തെ ഉണ്ടാക്കുന്നത്. ഈ 6 കാര്യങ്ങളും മനുഷ്യനിൽ ഉള്ളതാണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ പരിണതഫലമായി ഈ 6 കാര്യങ്ങളും നമ്മുടെ ഉള്ളിൽ വന്ന് ഉള്ളതുകൊണ്ട് മനുഷ്യൻ ഏതെല്ലാം വിധത്തിൽ എന്തെല്ലാം പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ ഏതേത് വഴിയിൽ കൂടി സഞ്ചരിക്കുന്നു എന്നൊന്നും പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ കലിയുടെ 5 വാസസ്ഥാനങ്ങളിൽ ഒന്നായിട്ട് മോഹത്തെ കണക്കാക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ലോഭം മൂലം ധനാസക്തരായി മനുഷ്യൻ മാറുന്നു. ലോഭം മൂലം എന്താണ്? അത്യാഗ്രഹമാണ് ലോഭം നമ്മൾ. ഈ അത്യാഗ്രഹം മൂലം മനുഷ്യൻ എന്തായി തീരുന്നത്? ധനത്തിനോട് ആക്രാന്തമുള്ളവരായി തീരുകയാണ് ചെയ്യുന്നത്
അപ്പോൾ ധനം എല്ലാവരും ആകർഷിക്കുന്നൊരു ഘടകം തന്നെയാണ് അല്ലേ. ധനമില്ലാതെ പണമില്ലാതെ ആർക്കും ഭൂമിയിൽ ഈ കാലഘട്ടത്തിൽ ജീവിക്കാനൊന്നും സാധിക്കില്ല. എന്തിനും ഭയങ്കര വിലയാണല്ലോ. അപ്പം നമുക്ക് അതിനനുസരിച്ച് ചെലവ് കൂടുതലും വരവ് കുറവായിരിക്കുന്നൊരു സാഹചര്യമാണ് ഈ കലിയുഗം. അപ്പം അതുകൊണ്ട് തന്നെ പണത്തിനോട് മോഹമില്ലാത്തവരാരുമില്ല. ഞാൻ പണം ഒന്നും ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുമ്പോഴും അവൻ്റെ ഉള്ളിൽ പണത്തിനോടുള്ള ആസക്തിയുണ്ട്. അതെല്ലാ മനുഷ്യരിലും ഉണ്ടാകുന്നു. പക്ഷെ അത് ആ നന്മ നിറഞ്ഞൊരു ഹൃദയത്തിനാണെങ്കിൽ, ഞാൻ പറഞ്ഞ പോലെ ബുദ്ധി, അറിവ്, ജ്ഞാനമൊക്കെ ഉള്ള ഒരു വ്യക്തിയിലാണെങ്കിൽ അതവനെ അന്ധനാക്കില്ല. ഏത് നീച വഴിയിൽ കൂടി ധനം സമ്പാദിക്കുക എന്നൊരു ചിന്തയിലേക്ക് അവൻ എത്തിപ്പെടില്ല. കാരണം ഞാൻ മുൻപ് പറഞ്ഞ പോലെ ഏത് ചീത്ത വഴിയിൽ കൂടി സഞ്ചരിക്കുമ്പോഴും നമ്മളെ കാണുവാൻ, ശ്രദ്ധിക്കുവാൻ, അറിയുവാൻ ഒരു ശക്തിയുണ്ട്. ആ ശക്തിയായിട്ടാണ് നമ്മൾ ഭഗവാനെ കാണുന്നത്. അപ്പോൾ ധനത്തിനോട് അമിതമായ ആക്രാന്തം വച്ചു പുലർത്തരുത് എന്നാണ് പറയുന്നത്. അപ്പോൾ അത് നമ്മുടെ ഈ 6 ഗുണങ്ങളിൽപ്പെട്ട ഒന്നാണ്. 6 ഗുണങ്ങളല്ല, അത് നമ്മുടെ ദുർഗുണമാണ് അല്ലേ. അത് നമ്മളെ നശിപ്പിക്കാൻ കഴിയുന്ന ഒരു ദുർഗുണമാണ്. കാരണം ഈ ധനാകർഷണം വന്നു കഴിഞ്ഞാൽ, ധനാകർഷണം കൊണ്ട് നമുക്ക് എന്താ സംഭവിക്കുക? നമ്മുടെ ഉള്ളിലൊരു കലിയുണ്ട് അല്ലേ. അപ്പോൾ ആ കലി നമ്മളിൽ വന്ന് പെടുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ പല തെറ്റായ മാർഗങ്ങളിൽ കൂടി സഞ്ചരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് അമിതമായ മോഹങ്ങളോ അമിതമായ ധനത്തിനോടുള്ള ആസക്തിയോ ഉണ്ടാവാൻ പാടില്ല എന്ന് പറയുന്നു. അപ്പോൾ അതേപോലെ തന്നെ പരിശുദ്ധമല്ലാത്ത പ്രേമം മൂലം, സ്നേഹം മൂലം എന്താ മനുഷ്യന് സംഭവിക്കുന്നത്? അവർ പരസ്ത്രീ തൽപരരാകും അല്ലേ. പരസ്ത്രീ തൽപരരായി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? അതും ഒരു ചീത്ത സ്വഭാവമാണ് അല്ലേ. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? അവർ നാശത്തിൻ്റെ വഴിയിലേക്കാണ് സഞ്ചരിക്കുന്നത് അല്ലേ. ഒരിക്കലും ഒരു പരസ്ത്രീ സക്തനായിട്ടൊരു പുരുഷനും മാറാൻ പാടില്ല, ഒരു മനുഷ്യനും മാറാൻ പാടില്ല. കാരണം അത് നമ്മളെ തെറ്റായ പല പ്രവൃത്തികളിലേക്കും കൊണ്ടു ചെന്നെത്തിക്കും. എത്ര ധനവാനായാലും ആ ധനം നശിക്കുവാൻ പോലും അത് കാരണമാകും. അവിടെയും ജ്യേഷ്ഠ കലിയുടെ അധിവാസമാണുള്ളത്. അപ്പം ഏറ്റവും മൂല്യമായിട്ടുള്ളത് എന്താണ്? സ്വർണ്ണമാണ്. സ്വർണം ഏറ്റവും കൂടുതൽ പണം നൽകുന്ന ഒന്നാണ് അല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ ധനം സമ്പാദിക്കാനായിട്ട് സ്വർണത്തിൻ്റെ പിന്നാലെ പോകുന്ന മനുഷ്യരുണ്ട് അല്ലേ. അപ്പോൾ ഇപ്പം നമുക്കറിയാം എത്രയോ കള്ളക്കടത്തിൽ കൂടിയെല്ലാം സ്വർണ്ണക്കള്ളക്കടത്തുകൾ നടക്കുന്നുണ്ടെന്നും അതിൻ്റെ പേരിൽ എത്രയൊക്കെയോ കൊലപാതകങ്ങൾ, ഇടി കേസുകൾ എന്തെല്ലാം ഉണ്ടെന്ന് നമുക്കറിയാമല്ലേ. അപ്പോൾ നമ്മൾ ഈ സ്വർണത്തിനോട് അമിതമായ ആഗ്രഹം വച്ചു പുലർത്തുന്നത് നല്ലതല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് കലിയുടെ ആവാസ സ്ഥലമാണെന്ന് ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കതിനോട് ഈ സ്വർണം എന്നുള്ളതൊരു മായാമോഹം മാത്രമാണ്, ഒരു മായയാണത്, മനസ്സിലായ. അതിട്ടാൽ സൗന്ദര്യം വർദ്ധിക്കും, അല്ലെങ്കിൽ അത് വിറ്റാൽ കൂടുതൽ പണം ലഭിക്കും എന്നൊക്കെ ഉണ്ടെങ്കിലും അതിൻ്റെ പിന്നിലും നമ്മളെ നശിപ്പിക്കുന്നതിനുള്ള ഒരു കാരണമുണ്ട്, ഒരു ക്രോധമുണ്ട്, ഒരു കലിയുണ്ട്. അപ്പോൾ ഇനി ക്രോധം എന്ന് പറഞ്ഞാൽ മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു പ്രവണതയാണ്. അപ്പോൾ ക്രോധം കൊണ്ട് മനുഷ്യൻ വളരെയധികം അക്രമാസക്തരായി തീരുന്നു അല്ലേ. മറ്റുള്ളവരെ നമുക്ക് ഹിംസിക്കാനും തേജോവധം ചെയ്യാനൊക്കെ നമ്മുടെ ഈ ക്രോധം മൂലം സാധിക്കും അല്ലേ. അതായത് എന്താ പറയണ്ടേ, എന്താ ചെയ്യണ്ടേ എന്നുള്ള ഇതൊന്നും അറിയില്ല ക്രോധം മൂലം. അപ്പോൾ ആ ക്രോധം മൂലം തന്നെ നമുക്ക് പല വൈരികളെയും ഉണ്ടാക്കാൻ സാധ്യമാകും അല്ലേ. പല മനുഷ്യരും നമുക്ക് ശത്രുക്കളായി തീരും. എന്തിനാ? നമ്മുടെ പ്രവൃത്തി ദൂഷ്യം കൊണ്ട് ഭഗവാൻ തന്നെ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കില്ല അല്ലേ. അപ്പം അങ്ങനെ പല ആപത്തുകളെയും നമ്മൾ ക്ഷണിച്ചു വരുത്തും. അപ്പോൾ മൃഗങ്ങളെ മാത്രമല്ല മനുഷ്യനെ പോലും നായാടുന്ന കാലമാണിത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ക്രോധം
ഉപേക്ഷിക്കണം എന്നാണ് പറയുന്നത്. അതേപോലെ മാത്സര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ, ഞാൻ മുൻപ് പറഞ്ഞ പോലെ പലതരത്തിലുള്ള ചൂതുകളി പോലുള്ള പലതരത്തിലുള്ള വിനോദങ്ങളിൽ ഏർപ്പെടുകയും അങ്ങനെ ഉള്ള വിനോദങ്ങൾ, അതായത് മനസ്സിനിണങ്ങാത്തതും വ്യക്തിക്ക് നിരക്കാത്തതുമായ പലതരത്തിലുള്ള വിനോദങ്ങളിൽ ഏർപ്പെടുകയും അങ്ങനെ ഏർപ്പെടുമ്പോൾ നമ്മളിലുള്ള എല്ലാ ഐശ്വര്യത്തെയും അത് ഈ മാത്സര്യം കൊണ്ട് നമുക്ക് എല്ലാ ഐശ്വര്യങ്ങളെയും നമുക്ക് ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും. ഇതെല്ലാം നമ്മൾ മറ്റൊരാളിലേക്ക് പകർന്നു കൊടുക്കണം, അവരുടെ കാൽക്കൽ വെക്കേണ്ടതായിട്ടുള്ളൊരു ഘട്ടത്തിലേക്ക് വരും മാത്സര്യം മൂലം. അപ്പോൾ ആരോടും മത്സരിക്കാൻ നമ്മൾ പോകേണ്ട ആവശ്യമില്ല. ഇതേപോലുള്ള ദുഷിച്ച വിനോദങ്ങളിൽ നമ്മൾ ഏർപ്പെടുകയും ചെയ്യരുത്. അതേപോലെ തന്നെ മതം മൂലം നമുക്ക് പല നാശനഷ്ടങ്ങളും ഉണ്ടാവും അല്ലേ. മതം മൂലം ഈ മദ്യപിച്ച ആൾക്കാർ ഓരോ വിക്രിയകൾ പറയുന്നത് നമ്മൾ കേട്ടിട്ടില്ല. അവർ സംഭാഷണം തന്നെ നമുക്ക് ഇഷ്ടപ്പെടില്ല അല്ലേ. അപ്പോൾ അതും നമ്മളെ കൊണ്ട് എത്തിക്കുക എന്താ, കലിയിലാണ് കൊണ്ട് എത്തിക്കുക അല്ലേ. ആ കലി വന്നു കഴിഞ്ഞാൽ മദ്യപിച്ച് നമ്മൾ ചെയ്ത് കൂട്ടുന്നത് പ്രവർത്തികൾ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടണമെന്നൊന്നുമില്ല അല്ലേ. മര്യാദക്കാരാണെന്നുണ്ടെങ്കിൽ 2 പൊട്ടിക്കൊക്കെ ചെയ്യും. അപ്പം നമ്മൾ അങ്ങനെയുള്ള ദുഷിച്ച വാസനകളിലേക്കൊന്നും പോവരുതെന്ന് പറയണം. ഈ ദുഷിച്ച ഈ 6 കാര്യങ്ങളും എന്താ മനുഷ്യനിലുള്ളത്, മനുഷ്യനെ നശിപ്പിക്കാൻ പോകുന്നതാണ്. എന്തൊക്കെയാണ് ഈ 6 കാര്യങ്ങൾ? കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം. ഈ 6 കാര്യങ്ങളും നമ്മളെ നശിപ്പിക്കാനുള്ളതാണ്. അപ്പം നമ്മൾ ആരോടും മത്സരത്തിനും പോകണ്ട, അങ്ങനെയുള്ള കളികളിൽ ഏർപ്പെടുകയും വേണ്ട. പിന്നെ സൗമ്യമായി എല്ലാവരോടും പെരുമാറുവാനുള്ള ഒരു സ്വഭാവ ഗുണം നമുക്കുണ്ടാകണം അല്ലേ. ആരോടും നമ്മൾ ക്രോധിക്കേണ്ട ആവശ്യമില്ല. കോപം വന്നാൽ പോലും നമ്മൾ അതിനെ നിയന്ത്രിക്കാനായിട്ട് പഠിക്കണം. ആ നിയന്ത്രണമാണ് ഭഗവാൻ അല്ലേ. കോപിക്കുന്നവരുടെ കൂടെ ഭഗവാൻ ഉണ്ടാവില്ല, ക്ഷമിക്കുന്നവരുടെ കൂടെയാണ് ഭഗവാനുള്ളത്. ക്ഷമാശീലനാണ് ഭഗവാൻ അല്ലേ. സത്യത്തിൻ്റെ കൂടെയും ധർമ്മത്തിൻ്റെ കൂടെയും ഭഗവാനുള്ളതുപോലെ തന്നെ ക്ഷമയുടെ കൂടെ ഭഗവാനുണ്ട്. ക്ഷമ എന്ന് പറഞ്ഞാൽ ആരാ? സാക്ഷാൽ ഭൂമിദേവിയാണ് അല്ലേ. ക്ഷമ, എല്ലാ തെറ്റുകളും പൊറുക്കുവാൻ ഭൂമിദേവിക്കേ സാധിക്കുള്ളൂ അല്ലേ. തന്നെ ചവിട്ടിയാണ് എല്ലാവരും പോകുന്നത്. ആ ഭൂമിദേവിയുടെ മക്കളാണ് നമ്മളെല്ലാവരും. ആ ഭൂമിദേവിയെ നമ്മൾ ചവിട്ടുമ്പോൾ ഭൂമിദേവിക്ക് ഒരിക്കലെങ്കിലും വേദനിക്കുമെന്ന് നമ്മൾ ചിന്തിച്ചിട്ടില്ല അല്ലേ. അതുകൊണ്ടാണ് നമ്മൾ ഭൂമിയിൽ ചവിട്ടി നടക്കുമ്പോൾ ആഞ്ഞ് ചവിട്ടി നടക്കരുതെന്ന് പറയുന്നത്. പതുക്കെ മെല്ലെ ചവിട്ടി നടക്കണം എന്നാണ് പറയുക. കാരണം എന്താ, ഭൂമിദേവിക്ക് വേദനിക്കും. ഭൂമിദേവി നമ്മുടെ മാതാവാണ്. നമ്മൾ ഈ മാതാവിനെ ചവിട്ടിയാണ് നടക്കുന്നത് അല്ലേ. എന്നിട്ട് ഒരിക്കൽ പോലും ആ മാതാവ് നമ്മളെ ശിക്ഷിക്കുന്നില്ല അല്ലേ. സർവം സഹയായി നമ്മുടെ എല്ലാ ചവിട്ടടികളും സ്വീകരിച്ചുകൊണ്ട് അമ്മ ഇരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് എല്ലാവരും കാല് അമർത്തി ചവിട്ടിയല്ല നടക്കുക, പകരം മെല്ലെ ചവിട്ടി ഭൂമിദേവിക്ക് വേദനിക്കാത്ത വിധത്തിൽ വേണം നടക്കേണ്ടതെന്നാണ് പറയുന്നത് അല്ലേ. നമ്മൾ ആരൊക്കെ അങ്ങനെ ചെയ്യണ്ട, ആരും ചെയ്യണില്ല അല്ലേ. ദേഷ്യം വന്നാലും സങ്കടം വന്നാലും നമ്മൾ ആഞ്ഞ് ചവിട്ടി അങ്ങോട്ട് നടക്കും, ചവിട്ടിത്തുള്ളി അങ്ങോട്ട് പോകും. കേട്ടിട്ടില്ലേ മുതിർന്നു, നീ എന്താ ചവിട്ടിത്തുള്ളി പോണേന്ന് പറയും. അങ്ങനെ ചവിട്ടിത്തുള്ളി പോകും. അപ്പോഴൊക്കെ ഭൂമിദേവിക്ക് വേദനിക്കുന്നുണ്ടെന്ന് നമ്മൾ ഓർക്കണം. അത് പക്ഷെ നമുക്ക് ആ ക്രോധത്തിൽ നമുക്ക് അതൊന്നും ഓർമ്മ ഉണ്ടാവില്ല അല്ലേ. അപ്പം എല്ലാവരും ഇനി അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ചൂതുകളിയൊക്കെ നമ്മളെ കൊണ്ട് നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്, അല്ലാണ്ട് നമുക്കൊന്നും സമ്പത്തൊന്നും ഉണ്ടാക്കി തരില്ല. അതൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പ്രവൃത്തികളൊക്കെ നമ്മുടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാത്തത് കൊണ്ട് വന്നു ചേരുന്നതാണ്. നമ്മുടെ മനസ്സിനെ, നമ്മുടെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് നമുക്ക് സ്വബുദ്ധി നഷ്ടപ്പെട്ടിട്ട് നമ്മളിങ്ങനെ ക്രോധത്തിനും മതമാത്സര്യങ്ങൾക്കും പിന്നെ അത്യാഗ്രഹങ്ങൾക്കൊക്കെ അടിമപ്പെടുന്നതിന് കാരണം നമ്മുടെ ഇന്ദ്രിയങ്ങളെ നമുക്ക് നിയന്ത്രിക്കാനായിട്ട് സാധിക്കാത്തത് കൊണ്ടാണ്. അപ്പോൾ ഈ ഇന്ദ്രിയങ്ങളെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കാത്തതുകൊണ്ട് തന്നെ നമുക്ക് വളരെയധികം ദുഃഖങ്ങളിൽ പെടേണ്ടി വരുന്നു അല്ലേ. നമ്മുടെ ജീവിതം മുഴുവൻ നമുക്ക് ദുഃഖിക്കാനുള്ള സാഹചര്യങ്ങളാണ് നമ്മൾ തന്നെ ഒരുക്കി വയ്ക്കുന്നത്. അപ്പം നമ്മളെ സംരക്ഷിക്കുവാനും നമ്മളെ നശിപ്പിക്കുവാനും നമ്മുടെ ഉള്ളിലുള്ള ഈ വികാരങ്ങൾക്ക് സാധിക്കും എന്നാണ് പറയുന്നത്. അപ്പം മനസ്സിനെ, അതായത് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് വിജയം എന്ന ആ
ഈശ്വരനിലേക്ക് എത്താൻ കഴിയും അല്ലേ. നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും അതിനൊരു വിജയം കണ്ടെത്തണമെങ്കിൽ ഈശ്വരാനുഗ്രഹം വേണം. അപ്പോൾ ആ വിജയം എന്താണ്? നമ്മുടെ ഈശ്വരനാണ്, നമ്മുടെ ദൈവമാണ്, നമ്മളെന്നും തുണച്ചുകൊണ്ടിരിക്കുന്നതാണ് ആ വിജയം അല്ലേ. ഭഗവാനാണ് അല്ലേ. എല്ലാവിധത്തിലുള്ള അധപതനത്തിനും കാരണം നമ്മുടെ ഇന്ദ്രിയങ്ങളെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ്. ആ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്കവിടെ വിജയം സിദ്ധിക്കും. ആ വിജയം എന്ന് പറയുന്നത് ഭഗവാനാണ് അല്ലേ, ഈശ്വരനാണ്. അപ്പോൾ ഏതൊരു വിജയത്തിലും നമ്മൾ അഹങ്കരിക്കാൻ പാടില്ല എന്ന് പറയുന്നത്. കാരണം എല്ലാ വിജയങ്ങളുടെയും അടിസ്ഥാന തത്വം ഭഗവത് പ്രസാദമാണ്, ഭഗവാന്റെ അനുഗ്രഹമാണ് വരെ. അപ്പോൾ യാതൊരു വിധത്തിലുള്ള ദോഷങ്ങളിലും ചെന്ന് പെടാതിരിക്കുവാൻ നമുക്ക് ഒരേയൊരു സച്ചിദാനന്ദ സ്വരൂപനായിട്ടുള്ള ഭഗവാനിൽ വിശ്വസിക്കുകയും സത്സംഗമങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യണം അല്ലേ. നല്ലവരായൊരു ചങ്ങാതി ഉണ്ടെങ്കിൽ, ഈശ്വരാനുഗ്രഹമുള്ള ഈശ്വരഭയമുള്ളൊരു ചങ്ങാതി നമുക്കുണ്ടെങ്കിൽ നമുക്ക് അവൻ്റെ ഉപദേശം കൊണ്ട് തന്നെ നമ്മൾ ഏതെങ്കിലും തെറ്റിലേക്ക് പോയാൽ തന്നെ അവൻ നമ്മളെ നല്ലവനാക്കാനായിട്ട് ആ തെറ്റിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ ശ്രമിക്കും. അവൻ നമുക്ക് ഈശ്വരന് തുല്യമായിരിക്കും അല്ലേ. അപ്പം അങ്ങനെ നല്ലൊരു ചങ്ങാതി ഉണ്ടെങ്കിൽ, അങ്ങനെയുള്ള നല്ല ചങ്ങാതിമാരായിട്ടുള്ള സത്സംഗമം ചെയ്യണമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ കേട്ടിട്ടില്ലേ പഴയ ആൾക്കാർ പറയുന്നത്, ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ടാന്ന്. അപ്പോൾ സത്സംഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ്. അപ്പം ഭഗവത്ഗീത, അതേപോലെ ഭാഗവതം, രാമായണം മുതലായ എല്ലാ പുരാണങ്ങളും ഈ മനുഷ്യനിലെ ഈ ദുർവാസനകളെ അകറ്റി അവനിൽ സൽചിന്തകളെ ഉണർത്തുവാനായിട്ട് പര്യാപ്തമായിട്ടുള്ളതാണ് അല്ലേ. ഈ പുരാണ പുസ്തകങ്ങളിലും ഇതിഹാസങ്ങളിലും എല്ലാം പറയുന്നത് തന്നെ ഈശ്വരനിലേക്ക് ചെന്നെത്തേണ്ട വഴികളും അങ്ങനെ മനുഷ്യനിൽ നല്ല ചിന്തകൾ ഉളവാക്കുന്ന കാര്യങ്ങളും മാത്രമാണ് അല്ലേ. ഈ സുഖദുഃഖങ്ങൾ എന്ന് പറയുന്നത് മനുഷ്യനിലേക്ക് മാറി മറിഞ്ഞു വരുന്ന ഒരു പ്രതിഭാസമാണ്. ഒരു സുഖത്തിനൊരു ദുഃഖം ഉണ്ടാവും, ഒരു ദുഃഖത്തിനൊരു സുഖമൊക്കെ ഉണ്ടാവും അല്ലേ. എല്ലാ മനുഷ്യർക്കും എന്തെങ്കിലുമൊക്കെ വിഷമം ഉണ്ടായിരിക്കും. എല്ലാവരും സുഖവാന്മാരായിരിക്കില്ല, അല്ലെങ്കിൽ എല്ലാവരും ദുഃഖമുള്ളവരുമായിരിക്കില്ല അല്ലേ. എത്ര സമ്പത്ത് ഉണ്ടെങ്കിലും അവനിൽ എന്തെങ്കിലും ഒരു കുറ്റമോ കുറവോ വിഷമങ്ങളൊക്കെ ഉണ്ടായിരിക്കും അല്ല. അപ്പോൾ എല്ലാ മനുഷ്യർക്കും ഭഗവാൻ ഒരിക്കലും പൂർണ്ണമായൊരു സന്തോഷം കൊടുത്തിട്ടില്ല. അതവൻ്റെ കർമ്മഫലമാണ്. എല്ലാ മനുഷ്യരും ഭഗവാന്റെ ഒപ്പം എത്തില്ല അല്ലേ. അപ്പോൾ എല്ലാ മനുഷ്യർക്കും ഈ മാനുഷികമായ പല വൈകല്യങ്ങളും പല ചിന്താവൈകല്യങ്ങളും ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള മനുഷ്യർ എന്താ വേണ്ടത്? അങ്ങനെയുള്ള മനുഷ്യരെന്നല്ല, എല്ലാ മനുഷ്യരും ഭഗവാനെ ആശ്രയിച്ച് കഴിയണമെന്നാണ് പറയുന്നത്. എല്ലാവർക്കും സന്തോഷം കൊടുത്തു കഴിഞ്ഞു. ഭൂമിയിൽ ആരും വിഷമം അനുഭവിക്കാത്തവരാണെങ്കിൽ ഭഗവാൻ എന്നൊരു പ്രതിഭാസത്തെ തന്നെ മറന്നു പോവുകയാണ് അല്ലേ. പിന്നെ എല്ലാവരും സന്തോഷവാന്മാരായിട്ടുള്ളൊരു ലോകം ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ മനുഷ്യർ തന്നെയാണ് ദൈവം, മറ്റേ ശക്തിയില്ല എന്നൊരു തോന്നലിലേക്ക് എത്തും അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ ദുഃഖം നമുക്കുള്ളതൊക്കെ നല്ലതാണെന്ന് വിചാരിക്കുള്ളൂ. കാരണം അപ്പോഴെങ്കിലും നമ്മൾ ദൈവികമായ സ്മരണയിലേക്ക് എത്തുമല്ലോ. അപ്പം എല്ലാവരെയും ഭഗവാൻ അങ്ങനെ അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഭഗവാൻ നമുക്ക് എല്ലാ മനുഷ്യരെയും സന്തോഷവാന്മാരാക്കാതെ കുറച്ചൊക്കെ ദുഃഖങ്ങളും നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയെങ്കിലും നമ്മൾ ദൈവത്തിലേക്ക് എത്തുമല്ലോ. അതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. എല്ലാവിധത്തിലുള്ള സൗഭാഗ്യത്തോടും കൂടി ജീവിക്കുന്നത് ഇന്ന് ഋഷിമാർ മാത്രമാണ്. കാരണം അവർക്ക് ലാഭേച്ഛ ഒന്നുമില്ല, ഒരു മോഹങ്ങളും ഇല്ല. ഒന്നിലേക്കും അവരുടെ മനസ്സ് ഭഗവാനിലേക്കല്ലാണ്ട് മറ്റൊന്നിലേക്കും അവരുടെ മനസ്സ് ചെന്നെത്തുന്നില്ല. അപ്പം എല്ലാം ഉപേക്ഷിച്ച്, എല്ലാ ജീവിത സൗഭാഗ്യങ്ങളെയും ഉപേക്ഷിച്ചിട്ട് അവർ സ്വയം കൃഷിമാരായി തീർന്നതാണ്. അവർക്ക് വികാരങ്ങളില്ല, വിചാരം മാത്രമേ ഉള്ളൂ. എന്ത് വിചാരം? ഭഗവാനിലേക്കുള്ള വിചാരം മാത്രമേ അവർക്ക് ഉള്ളൂ. അപ്പോൾ മോഹങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ കൃഷിമാർ എപ്പോഴും സന്തോഷവാന്മാരാണ്. കാരണം അവർ സദാസമയവും അവരുപാസിക്കുന്ന ദൈവം ഏതോ ആ ദൈവത്തിലേക്ക് അവർ എത്തിച്ചേരുകയാണ്. ആ ദൈവത്തിനെ വിളിച്ചുകൊണ്ട് തന്നെ അവർ ഇരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് മാത്രമേ എന്തുണ്ടാവുള്ളൂ? സന്തോഷം എന്നൊന്ന് തരുള്ളൂ. അതിപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ എല്ലാ
വികാരങ്ങളെ എല്ലാ ഇന്ദ്രിയങ്ങളെയും അടക്കി ഭഗവാൻ എന്നൊരു തത്വചിന്തയിൽ കൂടി സഞ്ചരിക്കുകയാണെങ്കിൽ നമുക്കും യാതൊരു വിധത്തിലുള്ള സങ്കടങ്ങളും ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ കേവലം ഒരു മനുഷ്യരായതുകൊണ്ട് നമുക്ക് പ്രാരാബ്ധ ബന്ധങ്ങൾ, ഞാൻ പറഞ്ഞു കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു, നമുക്ക് കുറേ കർമ്മങ്ങൾ ചെയ്യുവാൻ ഭഗവാൻ നമ്മളിൽ നിശ്ചയിച്ചിട്ടുണ്ട്. ആ കർമ്മങ്ങളാണ് നമ്മുടെ പ്രാരാബ്ധ ബന്ധങ്ങളെല്ലാം, അല്ലേ? നമ്മൾ ആ പ്രാരാബ്ധ ബന്ധങ്ങളെയെല്ലാം നമ്മൾ അവരുടേതായ കാര്യങ്ങളിലേക്ക് നമ്മളാൽ തിരിച്ചു വിടുകയാണെങ്കിൽ നമുക്ക് പിന്നെ മറ്റൊരു ഒന്നും ചിന്തിക്കാനില്ല. അപ്പം നമ്മൾ അവരുടെ ജീവിതങ്ങളെല്ലാം സുരക്ഷിതമായി, അവർ സന്തോഷമായി കഴിയുന്നു, സന്തോഷത്തോടു കൂടി ഇരിക്കുന്നു എന്നാ ബോധം വന്നാൽ തന്നെ നമുക്കും സന്തോഷമായി, അല്ലേ? അതാണ് നമ്മുടെ കർത്തവ്യം എന്നൊക്കെ പറയുന്നത്. നമുക്ക് ഓരോരുത്തർക്കും, ഓരോ വ്യക്തിക്കും ഓരോ പ്രാരാബ്ധങ്ങളെ തന്നിട്ടുണ്ട്. അത് മക്കളായിക്കോട്ടെ, മാതാപിതാക്കളായിക്കോട്ടെ, എല്ലാവർക്കും. മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ നമുക്ക് മാതാപിതാക്കളോടൊരു കടമയുണ്ട്, ഒരു കർത്തവ്യമുണ്ട്, അല്ലേ? മക്കളുണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് മക്കളോടൊരു കർത്തവ്യമുണ്ട്. ഭാര്യയ്ക്ക് ഭർത്താവിനോടുണ്ട്, ഭർത്താവിന് ഭാര്യയോടുണ്ട്, മക്കൾക്ക് അച്ഛനും മാതാപിതാക്കളോടുണ്ട്, സഹോദരന് സഹോദരന്മാരോടുണ്ട്. അങ്ങനെ എല്ലാവരും പരസ്പര പൂരിതങ്ങളായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ്. കടമ, കർത്തവ്യം എന്ന് പറയുന്നത് അത് ഏത് കാര്യത്തിനും പരസ്പര ബന്ധമുണ്ട്. എല്ലാ കാര്യം, അത് ഭക്തിയായാലും മുക്തിയായാലും മോക്ഷമായാലും പിന്നെ അതേപോലെ കാമക്രോധ ലോഭ മോഹ മതമാത്സര്യങ്ങളായാലും ധീരതയായാലും എന്തൊക്കെ ആയാലും ഇതൊക്കെ പരസ്പര ബന്ധപ്പെട്ടൊരു പരസ്പര പൂരിതങ്ങളാണ്. ഒരു നൂലുമ കോർക്കുന്നത് പോലെയാണല്ല, അല്ലേ? ഒരു നൂലുമ എടുക്കുന്നത് പോലെയാണ് ഈ കാര്യങ്ങളെല്ലാം ഉള്ളത്. അപ്പോൾ മോക്ഷപ്രാപ്തിക്കായാലും അതേപോലെ നമ്മുടെ കർത്തവ്യങ്ങൾ, കടമകളായാലും ഇതെല്ലാം നമ്മൾ എന്തിനോട് ചേർന്നിരിക്കുന്നു അതുമായി ബന്ധപ്പെട്ടത് തന്നെയാണ്, അല്ലേ? അപ്പോൾ ഒന്നിൽ നിന്നും നമുക്ക് ഒഴിഞ്ഞു നിൽക്കാനായിട്ട് ഒരിക്കലും സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഋഷീശ്വരന്മാരൊക്കെ പറയുന്നത് ഭഗവാനിലേക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ, ബ്രഹ്മചര്യത്തിലേക്ക് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി ഒന്നിനെക്കുറിച്ചും ഒരു ചിന്തയില്ല, ഒക്കെ ഭഗവാൻ തന്നെയാണ്, അല്ലേ? മറ്റൊന്നിലേക്കും അവരുടെ മനസ്സ് പോകുന്നില്ല, മറ്റൊന്നും അവർ കാണുന്നില്ല. ഒരു യഥാർത്ഥ ഭക്തൻ ഒരിക്കലും ഒന്നിനെക്കുറിച്ച് ഓർത്തും ദുഃഖിക്കുന്നില്ല. അങ്ങനെ ഒരു യഥാർത്ഥ ഭക്തൻ ഉണ്ടാവണമെങ്കിൽ തന്നെ എന്താണ്, അവൻ എല്ലാ ബന്ധങ്ങളിൽ നിന്നും വേർപെട്ടവനായിരിക്കും. അങ്ങനെയുള്ള ഒരാൾക്ക് മാത്രമേ അങ്ങനെ ഞാൻ പറഞ്ഞ പോലെ കൃഷിവൈദ്യന്മാരെ പോലെ ജീവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. മറ്റെല്ലാവരും തന്നെ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നത് കൊണ്ട് എന്തെങ്കിലുമൊക്കെ ദുഃഖങ്ങൾ അവരെ തീണ്ടിയിരിക്കും. അതേപോലെ ആ കർമ്മബന്ധങ്ങളെ അവരുടെ കടമകൾ, കർത്തവ്യങ്ങളെല്ലാം നിർവഹിക്കപ്പെട്ടു കഴിഞ്ഞാൽ അവർ ആ ബന്ധങ്ങളിൽ നിന്നും മോചിതരാവുകയും ചെയ്യും. പിന്നെ അവർക്ക് മറ്റൊന്നിനെക്കുറിച്ച് ചിന്തിക്കാനില്ല, പിന്നെ എല്ലാം അവർ ഭഗവാൻ തന്നെയാണെന്നാണ്. പക്ഷേ ഈ കർത്തവ്യങ്ങളും കടമകളും എല്ലാം നിർവഹിക്കണമെങ്കിൽ ആരുടെ സഹായം കൂടിയേ തീരുള്ളൂ? ആദ്യം നമുക്ക് വേണ്ടത് ബുദ്ധിയാണ്. ഇതിൽ നിന്നെല്ലാം നമുക്ക് ഇതിനെയൊക്കെ തരണം ചെയ്ത് നമുക്ക് മുന്നേറുവാനുള്ള ബുദ്ധി, അറിവ്. ആ അറിവ് നമ്മളെ ജ്ഞാനത്തിലേക്ക് എത്തിക്കുന്നു. ആ ജ്ഞാനം നമ്മളെ എവിടേക്കാണ്? ഭഗവാനിലേക്ക് എത്തിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു, അല്ലേ? അപ്പോൾ ഇതെല്ലാം ചെയ്യുവാനുള്ള ശക്തിയും കഴിവും നമുക്ക് തരേണ്ടത് ആ സത്യസ്വരൂപനായ ആ ഭഗവാൻ തന്നെയാണ്, അല്ലേ? ഭഗവാൻ വിചാരിച്ചാൽ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളും നടക്കും എന്നല്ല. കുറച്ചൊക്കെ നമ്മളെ ഭഗവാൻ, നമ്മുടെ ഇച്ഛ അത് പരിശുദ്ധമാണ്, നല്ലതാണ്, നല്ല പാതയിലേക്കാണ്, നല്ലതിലേക്കാണ് നമ്മുടെ ശ്രദ്ധ. നമ്മുടെ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും എല്ലാം ആ ഭഗവാൻ കണ്ട് നമ്മളെ നല്ലൊരു ചിന്തയിലേക്ക് ആണ് ഭഗവാൻ നയിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായും ഭഗവത് സഹായത്തോടു കൂടി തന്നെ എല്ലാ പ്രവൃത്തികളെയും നമുക്ക് സ്വന്തമാക്കാനായിട്ട് സാധിക്കും. നമുക്ക് നമ്മുടെ രീതിയിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാത്തിനും ഭഗവാന്റെ അനുഗ്രഹം തന്നെ നമുക്ക് വേണ്ടതാണ്. പിന്നെ നമ്മൾ ഭഗവാനെ നമ്മൾ വിളിക്കുന്നു, ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കുന്നു എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും നമുക്ക് ഭഗവാനെ നമ്മൾ സേവിച്ചു തുടങ്ങേണ്ടത് നമുക്ക് യാതൊരു വിധത്തിലുള്ള ലാഭേച്ഛയില്ലാതാണ്, അല്ല? എല്ലാം നമുക്ക് ഞാൻ പറഞ്ഞ പോലെ എല്ലാം ഭഗവാൻ അറിയാം. അപ്പോൾ നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുക മാത്രമേ വേണ്ടൂ. അതിൻ്റെ ഫലം ഭഗവാൻ നമുക്ക് എന്തായാലും
തീർച്ചയായിട്ടും നമുക്ക് തരുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് വേണ്ടതും വേണ്ടാത്തതും ഇല്ലായ്മയും അല്ലായ്മയും അതേപോലെ നമ്മുടെ എല്ലാ വിധത്തിലുള്ള കാര്യങ്ങളും അറിയുന്നവനാണ് ഭഗവാൻ, അല്ലേ? പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ മുൻപ് പറഞ്ഞു. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ എന്തിന് അർഹതയുള്ളവരാണോ, നമ്മുടെ ഗുണദോഷങ്ങളനുസരിച്ച്, നമ്മുടെ പാപപുണ്യങ്ങളനുസരിച്ച് നമ്മൾ എന്തിന് അർഹതയുള്ളവരാണോ ആ വസ്തു നമുക്ക് ഭഗവാൻ തന്നിരിക്കും. അത് നമുക്ക് എന്ത് തരണമെന്ന് തീരുമാനിക്കുന്ന ആൾ ഭഗവാനാണ്. അല്ലാണ്ട് നമുക്ക് എന്ത് കഷ്ടപ്പെട്ട് നമ്മൾ അധ്വാനിച്ചാലും നമുക്കൊന്നും പിടിച്ച് പറിച്ച് വാങ്ങിക്കാനൊന്നും പറ്റില്ല, ആരാലും സാധിക്കില്ല. അപ്പം അതുകൊണ്ട് നമുക്ക് എന്താണ് ഉള്ളത് എന്നുള്ളത് ചെയ്ത ജോലിക്കുള്ള കൂലി മുതലാളി തരുന്നത് പോലെ നമ്മുടെ പ്രവൃത്തിക്കുള്ള കൂലി ഭഗവാൻ തന്നിരിക്കും, അല്ലേ? നമ്മൾ എന്ത് പ്രവൃത്തിയാണ് ചെയ്യുന്നത്, ആ പ്രവൃത്തി കൊണ്ട് നമ്മൾ എന്താണ് നമുക്ക് നമ്മൾ അർഹിക്കുന്നത്, അത് നമുക്ക് ഭഗവാൻ തീർച്ചയായിട്ടും തന്നിരിക്കും. അപ്പം നമ്മളെല്ലാവരും പാപങ്ങളിലേക്ക് ചെന്ന് പെടാണ്ടിരിക്കുക, പാപചിന്തകളിൽ മനസ്സിനെ കൊണ്ടുവിടാണ്ടിരിക്കുക, നന്മകൾ മാത്രം ചിന്തിക്കുക. നല്ലത് മാത്രം ചിന്തിച്ചാലേ നമുക്ക് നല്ലത് കിട്ടും. നമ്മൾ ചീത്തത് ചിന്തിച്ചാൽ, ഞാനീ പറഞ്ഞ മനുഷ്യൻ്റെ ഈ 6 വൈരികളിൽ കൂടി നമ്മൾ സഞ്ചരിക്കുകയാണെങ്കിൽ, അതിനെ പുഷ്ടിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്കൊരിക്കലും മോക്ഷമെന്ന ഭഗവത് കടാക്ഷം എന്ന ഒന്നും നമുക്ക് ലഭിക്കില്ല. നമ്മൾ തെറ്റിലേക്കും നാശത്തിലേക്കും മാത്രമേ പോവുള്ളൂ. അതറിയോ? കാരണം നമ്മളെ നശിപ്പിക്കാനുള്ളതാണ് നമ്മുടെ ഇന്ദ്രിയങ്ങളിലുള്ള ഈ 6 വൈരികൾ. ഈ കാമക്രോധ ലോഭ മോഹ മതമാത്സര്യങ്ങളൊക്കെ നമ്മളെ നശിപ്പിക്കാനുള്ളതാണ്. നമ്മളതിനെ നിയന്ത്രിച്ചാൽ നമുക്ക് ഐശ്വര്യത്തിലേക്ക് എത്തുവാനായിട്ടും സാധിക്കും. അപ്പോൾ എല്ലാ വ്യക്തികൾക്കും അവർ ചെയ്ത പുണ്യപാപങ്ങളുടെ ഫലമനുസരിച്ചാണ് അവർക്ക് എല്ലാം കിട്ടിക്കൊണ്ടിരിക്കുന്നത്, അല്ലേ? ജനനവും മരണവും എല്ലാം അങ്ങനെ തന്നെയാണ്. നമ്മൾ ഏത് പുണ്യം ചെയ്തു അതനുസരിച്ചാണ് നമ്മൾ മനുഷ്യനായിട്ടായാലും മൃഗമായിട്ടായാലും ജനിക്കുന്നത്, അല്ലേ? ആ മനുഷ്യൻ ജന്മത്തിൽ നമുക്ക് നല്ലത് തോന്നിക്കുന്നതും നമ്മുടെ മുൻജന്മത്തെ പുണ്യം അനുസരിച്ചായിരിക്കും, അല്ലേ? നമ്മൾ മുൻജന്മത്തും ഒരു പാപിയാണെങ്കിൽ എന്താ സംഭവിക്കുക? അങ്ങനെയുള്ളൊരു പാപജന്മം നമ്മൾ തീർച്ചയായിട്ടും നല്ലത് ചെയ്യുന്നത് വരെ നമുക്ക് അങ്ങനെയുള്ളൊരു പാപജന്മങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കും. ഒടുവിൽ നമ്മൾ എപ്പോഴോ നല്ലത് ചെയ്യുന്നു, അപ്പോഴേ നമുക്ക് മുക്തി ലഭിക്കുള്ളൂ. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇത് എന്ന് മാത്രമല്ല, ഓരോ വ്യക്തിക്കും ഭൂമിയിൽ ചെയ്തു തീർക്കാനുള്ള ഓരോ കർമ്മങ്ങളുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. ആ കർമ്മങ്ങളിൽ നിന്ന് അവൻ ഒരിക്കലും ഒഴിഞ്ഞു മാറി നിൽക്കാൻ പാടില്ല. കാരണം ആ കർമ്മങ്ങൾ അവൻ അനുഷ്ഠിക്കുക തന്നെ വേണം. അതല്ലെങ്കിൽ ഞാൻ ഈ മുൻപ് പറഞ്ഞ പോലെ തന്നെ അവൻ വീണ്ടും വീണ്ടും ഭൂമിയിൽ ജന്മമെടുക്കേണ്ടി വരും. ഈ കർമ്മങ്ങളെല്ലാം ചെയ്ത് തീർക്കുന്നത് വരെ അവൻ അങ്ങനെ ആരെങ്കിലുമൊക്കെ മക്കളായിട്ട് വീണ്ടും വീണ്ടും ഭൂമിയിൽ ജനിക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ആ കർത്തവ്യങ്ങളൊക്കെ നിർവഹിക്കപ്പെടുമ്പോഴാണ് നമ്മുടെ ആത്മാവ് ശുദ്ധീകരിക്കപ്പെടുന്നത്, അല്ലേ? അപ്പോൾ നമ്മുടെ മനസ്സിനൊരു ശാന്തി, സമാധാനം, സന്തോഷമൊക്കെ കിട്ടും, അല്ലേ? അപ്പം നമ്മളിലുള്ള ഉത്തരവാദിത്തങ്ങൾ നമ്മളത് ഭംഗിയായി നിർവഹിച്ചു കഴിഞ്ഞാൽ ആർക്കും യാതൊരുവിധ ദോഷവും വരാതെ നല്ല പ്രവൃത്തിയിൽ കൂടി ആ ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി നിർവഹിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെ മനസ്സിനൊരു സുഖവും സന്തോഷവും ആത്മസംതൃപ്തിയൊക്കെ ഉണ്ടാവും, അല്ലേ? അതുപോലെ തന്നെയാണ് ഭഗവാന്റെ കാര്യം. അത് ഭഗവാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മൾ ഇത്രയൊക്കെ കഷ്ടപ്പെട്ടു, ഇത്രയൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്തു, അവനൊരിക്കലും തെറ്റായ രീതിയിലേക്ക് അവൻ പോയിട്ടില്ല. അവൻ എൻ്റെ സ്മരണയിലിരിക്കുന്നു, അവൻ ചെയ്ത പ്രവൃത്തികളെല്ലാം വളരെ നല്ലതാണ് എന്ന് ഉള്ളൊരു അനുഗ്രഹം ഭഗവാനിൽ കൂടി നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ അതേപോലെ തന്നെ നമ്മളിലുള്ള ഈ 6 വൈരികളെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെയാണ് ഭഗവാനുള്ള ഈ 6 കാര്യങ്ങൾ. ഇപ്പോൾ മനുഷ്യൻ്റെ 6 വൈരികളെ പറഞ്ഞു. മനുഷ്യൻ്റെ പുരുഷാർത്ഥങ്ങൾ എന്താണെന്ന് ഇതിനു മുന്നേ ഞാൻ പറഞ്ഞത്. ധർമാർത്ഥ കാമ മോഹങ്ങളാണ് ഈ പുരുഷാർത്ഥങ്ങൾ എന്നൊക്കെ പറയുന്നത്. അതിൻ്റെ തത്വങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഭഗവാനിലുള്ള ഈ 6 ഗുണങ്ങൾ അത് മുൻപ് ഞാൻ പറഞ്ഞിട്ടുണ്ട്.
പക്ഷെ അത് വിശദീകരിച്ചൊന്നും അന്ന് പറഞ്ഞില്ല. അപ്പോൾ ഭഗവാനിലുള്ള ഈ 6 ഗുണങ്ങൾ ഐശ്വര്യം, വീര്യം, യശസ്, അതേപോലെ ശ്രീ, ജ്ഞാനം, വൈരാഗ്യം എന്നുള്ളതൊക്കെയാണെന്ന് പറഞ്ഞു. ഈ 6 ഗുണങ്ങളും ഭഗവാനിലുള്ള ഈശ്വര ചൈതന്യത്തെയാണ് കാണിക്കുന്നത്. മനസ്സിലായോ? ഭഗവാനിലുള്ള ഈശ്വര ചൈതന്യം കൊണ്ട് എന്താണ് എല്ലാവിധത്തിലുള്ള ആസുരികങ്ങളായ ശക്തികളെയും ഭഗവാൻ ഈ ഗുണങ്ങൾ കൊണ്ട് നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. എന്നിട്ട് ശാന്തിയും സമാധാനവും അതേപോലെ മുക്തിയും നമുക്ക് നൽകുകയാണ് ഭഗവാൻ ചെയ്യുന്നത്. അപ്പോൾ ഈ 6 ഗുണങ്ങൾക്കും വിപരീതമായിട്ടുള്ളതാണ് മനുഷ്യൻ്റെ ഈ 6 ഗുണങ്ങൾ. 6 ഗുണങ്ങളല്ല, മനുഷ്യൻ്റെ 6 വികാരങ്ങൾ, 6 വൈരികൾ എന്നൊക്കെ പറയും. അത് ഭഗവാന്റെ ഈ 6 ഗുണങ്ങൾക്കും നേരെ എതിരായിട്ടുള്ളതാണ്. അപ്പോൾ ഭഗവാനിൽ നല്ലതായിട്ടുള്ള 6 ഗുണങ്ങളുണ്ടെങ്കിൽ മനുഷ്യരിൽ ചീത്തയായിട്ടുള്ള ഈ 6 വൈരികളുമുണ്ട് അല്ലേ. അങ്ങനെ മനുഷ്യരിലുള്ള ഈ 6 വൈരികൾ തന്നെയാണ് അവനുള്ള കയറായിത്തീരുന്നത്, അവനുള്ള നാശമായി തീരുന്നത് മനുഷ്യനിലുള്ള ഈ 6 വൈരികൾ തന്നെയാണ്. പക്ഷെ ഈ 6 വൈരികളെയും നിയന്ത്രിച്ചു കൊണ്ടു നടക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് അവന് ഗുണവും ചെയ്യും എന്നാണ് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഭഗവാൻ ദൈവിക ചൈതന്യത്തിൽ നിൽക്കുമ്പോൾ മനുഷ്യൻ്റെ ഈ 6 വൈരികൾ എന്താ, അവനൊരു ആസുരഭാവത്തിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ മനുഷ്യൻ്റെ ഈ വൈരികളെ അവൻ നിയന്ത്രിച്ച് അവൻ്റെ സ്വബോധത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവന് കോപം അതായത് അവനല്ലാതായി മാറുന്നില്ല. കാരണം അവനിലുള്ള ചൈതന്യങ്ങളെയെല്ലാം ഭഗവാനിൽ കൂടി, ഭഗവാന്റെ ഈ 6 ഗുണങ്ങളിൽ കൂടി അവന് വേണ്ടതായിട്ടുള്ള എല്ലാ ഐശ്വര്യങ്ങളെയും ഭഗവാൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മനുഷ്യൻ ഭഗവാനെ ആശ്രയിച്ച് കഴിയുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? ഈ വൈരികളെയെല്ലാം, മനുഷ്യൻ്റെ ഉള്ളിലുള്ള ഈ 6 വൈരികളെയും ജയിക്കുവാനായിട്ട് അവന് സാധിക്കും. ഇതിന് വിപരീതമായിട്ടാണെങ്കിൽ, ഈ ഇന്ദ്രിയവിഷയങ്ങൾക്കൊക്കെ വിധേയനായിട്ട് അവൻ ജീവിക്കുകയാണെങ്കിൽ അവൻ്റെ ആത്മാവിനെ തന്നെ മറക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അവന് ഈശ്വരാധീനമില്ലാതാവുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അവനെന്താ ദുഷിച്ച പ്രവൃത്തികളിലേക്ക് വിധേയനായി ദുഷ്പ്രവൃത്തികളിൽ കൂടി മാത്രം സഞ്ചരിക്കും. ചിലർ എത്ര പറഞ്ഞു കഴിഞ്ഞാലും ചിലർക്കത് മനസ്സിലാവില്ല. ഒടുവിൽ അവർക്ക് എഴുന്നേറ്റ് വരാൻ സാധിക്കാത്തൊരു ഘട്ടം വരുമ്പോൾ മാത്രമേ അവർ ചിന്തിക്കുള്ളൂ, ഞാൻ ഇങ്ങനെയെല്ലാം ചെയ്തതിൻ്റെ ഫലമാണ് ഞാനിപ്പോൾ അനുഭവിക്കുന്നത്, ഇനി ഞാൻ ഇങ്ങനെയുള്ള തെറ്റുകൾ ചെയ്യരുത്. പക്ഷേ അവനിലും ഒരു ഈശ്വര ചൈതന്യം ഉണ്ടെങ്കിൽ മാത്രമേ വീണ്ടും അവനാ പുനർജീവിച്ചു വരുമ്പോൾ അവനിൽ ആ ഭഗവത് ചൈതന്യം ഉണ്ടാവുള്ളൂ. അവൻ വീണ്ടും വീണ്ടും ഇതൊക്കെ നിസ്സാരം, ഇതൊക്കെ എൻ്റെ കഴിവ് കൊണ്ടാണ്, ഞാൻ വലിയ ആളായതുകൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെയൊക്കെ കഴിഞ്ഞത്, അല്ലെങ്കിൽ എൻ്റെ ആപത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടത് എന്നുള്ള അഹങ്കാരം അവനെ വന്ന് മൂടുമ്പോൾ വീണ്ടും അവൻ അധപ്പതനത്തിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. അപ്പം അഹങ്കാരം എന്ന വാക്ക് എന്താ? ആപത്തിനെ ക്ഷണിച്ചു വരുത്തുകയാണ് ചെയ്യുന്നത്. എന്തെല്ലാം ശ്രേയസ്സുണ്ടായാലും മനുഷ്യൻ അഹങ്കാരം എന്ന കലിക്കൊപ്പം സഞ്ചരിക്കരുത്, അതവനെ ആപത്തിൽ കൊണ്ട് വീഴിക്കും. മനസ്സിലായ? നമുക്ക് അഹങ്കരിക്കാൻ, നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, നമുക്ക് അഹങ്കരിക്കുവാനായിട്ട് ഒന്നുമില്ല അല്ലേ. എല്ലാം ഭഗവാന്റെയാണ്. എല്ലാം ഭഗവാൻ മനസ്സ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നൽകാനും സാധിക്കും, നമുക്ക് തരുവാനും സാധിക്കും, ഭഗവാന് തിരിച്ചെടുക്കുവാനും സാധിക്കും. അപ്പം അതുകൊണ്ട് നമുക്ക് എന്ത് തരുമ്പോഴും, ഞാൻ മുൻപ് പറഞ്ഞതുപോലെ, നമുക്ക് എന്ത് തരുമ്പോഴും ഭഗവാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, ചിന്തിക്കുകയാണ്, ശ്രദ്ധിക്കുകയാണ്. എന്താണ് ഇവൻ ഇതുകൊണ്ട് എന്ത് നല്ല പ്രവൃത്തിയാണ് ചെയ്യുന്നത്, ഇവൻ എന്തെങ്കിലും സൽപ്രവൃത്തി ചെയ്യുന്നുണ്ടോ, അത് ഇവൻ ചെയ്യുന്നത് ദുഷ്പ്രവൃത്തിയാണോ, ലോകോപകാരമായിട്ട് ഇവൻ ഒന്നും ചെയ്യുന്നില്ലേ, ഉപദ്രവകരമായിട്ടുള്ള പ്രവൃത്തികളാണ് ഇവൻ ചെയ്യുന്നത് എന്നൊക്കെ ഭഗവാൻ ശ്രദ്ധിച്ചുകൊണ്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അഹങ്കരിക്കുക എന്ന ദുഷ്പ്രവൃത്തിയിലേക്ക്, ആ കലിയിലേക്ക് നമുക്ക് മനസ്സിനെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. നമുക്കായിട്ട് ഭൂമിയിൽ ഒന്നുമില്ല, എല്ലാം ഭഗവാന്റെയാണ്.
നമുക്ക് കയ്യും കാലും കണ്ണും മൂക്കും സൗന്ദര്യവും ആരോഗ്യമൊക്കെ തരുന്നത് ആരാ? ഭഗവാൻ തന്നെയാണ് അല്ലേ? നമുക്ക് സൗന്ദര്യമുണ്ട് എന്നും പറഞ്ഞ് നമ്മൾ അഹങ്കരിക്കുന്നതിൽ അർത്ഥമില്ല. നമുക്ക് വൈകല്യങ്ങളൊന്നുമില്ല എന്നും പറഞ്ഞ് നമ്മൾ അഹങ്കരിക്കുന്നതിലൊന്നുമില്ല. ഇതൊക്കെ ഭഗവാൻ വിചാരിച്ചാൽ മാറാവുന്നതേ ഉള്ളൂ അല്ലേ? എല്ലാ അഹങ്കാരത്തിനെയും നശിപ്പിക്കുന്നവനാണ് ഭഗവാൻ. എല്ലാ അഹങ്കാരികൾക്കും ശിക്ഷ കൊടുക്കുന്നവനാണ് ഭഗവാൻ. അപ്പോൾ നമ്മൾ ഒന്നിനെക്കുറിച്ചും അഹങ്കരിക്കേണ്ട ആവശ്യമില്ല. കാരണം ഒന്നും നമ്മുടേതല്ല. നമ്മൾ ഭൂമിയിലേക്ക് വരുമ്പോൾ ഒന്നും കൊണ്ടുവരുന്നില്ല. അതേപോലെ നമ്മൾ ഭൂമിയിൽ നിന്ന് പോകുമ്പോഴും ഒന്നും കൊണ്ടുപോകുന്നുമില്ല അല്ലേ? നിർജീവമായ ദേഹത്തിൽ നിന്നും നമ്മുടെ ദേഹിയെ ഭഗവാൻ കൊണ്ടുപോവുകയാണ്. നമ്മുടെ പുണ്യപാപങ്ങളനുസരിച്ച് ഭഗവാനിൽ ലയിക്കാനോ അല്ലെങ്കിൽ മറ്റൊരു ശരീരത്തിലേക്ക് ആത്മാവിനെ നിക്ഷേപിക്കാനോ ഭഗവാൻ സാധിക്കും അല്ലേ? അങ്ങനെ നമ്മൾ പുണ്യപാപം അനുസരിച്ച് വീണ്ടും വീണ്ടും ജനിക്കുകയും മരിക്കുകയും വീണ്ടും ജനിക്കുകയും വീണ്ടും മരിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കും അല്ലേ? ഒരു തെറ്റും ഒരു പാപം ചെയ്യാത്തവനാണെങ്കിൽ എന്താ? ഭഗവാനിൽ ലയിക്കുകയാണ്. അവർക്ക് സ്വർഗം, അവർ സ്വർഗപ്രാപ്തിയെ നേടും. അതാണ് പറഞ്ഞത്. അപ്പോൾ വൈരാഗ്യം കൊണ്ട് മോഹത്തെയും ജ്ഞാനം കൊണ്ട് മതമാത്സര്യങ്ങളെയും നമുക്ക് ജയിക്കുവാനായിട്ട് സാധിക്കും അല്ലേ? ഇപ്പോൾ വീര്യം വൈരാഗ്യം എന്നൊക്കെ പറയുന്നത് പരസ്പരം ശത്രുതയല്ല ഉദ്ദേശിക്കുന്നത്. ഭഗവാന്റെ വീര്യം അതേപോലെ വൈരാഗ്യം എന്നൊക്കെ പറയുന്നത് ശത്രുതയല്ല, ശത്രുക്കളെ ജയിക്കുന്ന ഭാവത്തെയാണ് പറയുന്നത് അല്ലേ? ഇവിടെ ഭഗവാന്റെ ശത്രുക്കൾ ആരാണ്? നമ്മളെപ്പോലുള്ള സാധാരണ മനുഷ്യരൊന്നും ഭഗവാന്റെ ശത്രുക്കളല്ല അല്ലേ? ഭഗവാന്റെ ശത്രുക്കൾ എന്ന് പറയുന്നത് അധർമ്മം വിതയ്ക്കാൻ വരുന്ന ആസുര ശക്തികളാണ്. ആ ആസുര ശക്തികളെ ജയിക്കുന്നതിനെയാണ് ഭഗവാന്റെ വീര്യം വൈരാഗ്യം എന്നൊക്കെ പറയുന്നത്. അല്ലാണ്ട് നമുക്ക് ഒരാൾ ചോദിച്ചിട്ട് കുറച്ച് പൈസ തന്നില്ല, അപ്പോൾ അയാളോട് വിരോധമായി, വിദ്വേഷമായി, വൈരാഗ്യമായി, അതൊന്നുമല്ല. ഇവിടുത്തെ വൈരാഗ്യം എന്ന് അല്ലെങ്കിൽ വീര്യം എന്നൊക്കെ പറയുന്നത് ശത്രുക്കളെ ജയിക്കുവാനുള്ള കഴിവ്, ആ ശത്രുക്കളെ ജയിച്ച ഭാവം, ജയിപ്പിക്കുന്ന ഭാവം, അതിനെയാണ് എന്തെന്ന് പറയുന്നത്? വീര്യം എന്ന് പറയുന്നത്. അല്ലാതെ മറ്റൊന്നുമല്ല. പിന്നെ ഈ മനുഷ്യൻ ആദ്യമായി ജയിക്കേണ്ടത് അവൻ്റെ തന്നെ പഞ്ചേന്ദ്രിയങ്ങളെയാണ്, അല്ലാണ്ട് മറ്റൊന്നിനല്ല. അപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ ഈ 6 കാര്യങ്ങൾ ഇവനിലുള്ളിടത്തോളം കാലം അതിൻ്റെ മതത്തിനനുസരിച്ച് അവൻ നടന്നു കഴിഞ്ഞാൽ അവന് നാശം ഉറപ്പാണ്. പക്ഷെ അവനിൽ എന്താ വേണ്ടത്? വീര്യം വേണം. എന്ത്? എല്ലാ ശത്രുക്കളെയും ജയിച്ച് വിജയം നേടുവാനുള്ള വീര്യം വേണം. ശത്രുക്കൾ എന്ന് പറയുന്നത് സാധാരണ മനുഷ്യരല്ല കേട്ടോ, സാധാരണ മനുഷ്യർ അല്ല പറയുന്നത്. ഭഗവാന്റെ ശത്രു എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞ പോലെ ആസുര മാർന്നിട്ടുള്ള മനുഷ്യരാണ്. ആസുരിക ഗുണങ്ങളുള്ള അസുരന്മാർ, അങ്ങനെയുള്ള ഇതിൽപ്പെടും. സാധാരണക്കാരായ ഏത് മനുഷ്യനെയും ഭഗവാൻ എത്ര ശിക്ഷിച്ചു കഴിഞ്ഞാലും അവരുടെ ഭഗവത് ഭക്തി ഉണ്ടോ, അവരുടെ ദയനീയതയിൽ ഭഗവാന് കാരുണ്യം തോന്നും. ഞാൻ മുമ്പ് പറഞ്ഞു, ഭഗവാനെ പോലെ കാരുണ്യവാനായിട്ടുള്ളവനും ഭക്തവത്സലനും ഭക്തർക്ക് ദാസനുമായിട്ടുള്ള മറ്റൊരു ദൈവമില്ല എന്ന് ഞാൻ പറഞ്ഞു. അത് അക്ഷരാർത്ഥത്തിൽ പലതും പല കാര്യങ്ങളും എടുത്തു നോക്കിയാലും നമുക്ക് മനസ്സിലാവുന്നതാണ്. ഇനി അതേപോലെ തന്നെ പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്രോളം ഭഗവാന്റെ ശ്രേയസ്സിനെ കുറിച്ചിട്ട് നമ്മൾ പറയുകയോ അല്ലെങ്കിൽ നമ്മൾ കീർത്തിക്കുകയോ ഒക്കെ ചെയ്യുന്നത് ഭഗവാന് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞു ലക്ഷ്മി ദേവിക്ക് പോലും അത് ഭയങ്കര ഇഷ്ടമാണെന്ന് അല്ലേ? അങ്ങനെയുള്ളവരൊന്നും ഭഗവാൻ ഒരു കാലത്തും ഒരു ദോഷം വരുവാനും അനുവദിച്ചു കൊടുക്കില്ല. ആരിൽ നിന്നും ഒരു ദോഷം ഉണ്ടാവാൻ ഭഗവാൻ വിട്ടുകൊടുക്കില്ല അല്ലേ? അവരെല്ലാം ഭഗവാൻ തൻ്റെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കും. ഏത് ആപത്തിൽ നിന്നും അവരെ ഭഗവാന് രക്ഷിക്കാനായിട്ട് സാധിക്കും. പിന്നെ ഉണ്ടാവുന്ന ചെറിയ ദുഃഖങ്ങൾ പോലും നമ്മുടെ കർമ്മഫലം അനുസരിച്ചായിരിക്കും അല്ലേ? നമുക്കുണ്ടാകുന്ന ചെറിയ ദുഃഖങ്ങൾ, സങ്കടങ്ങൾ
ഇന്ന് ഈ ഭൂമിയിൽ ജനിച്ച നമ്മൾ കഷ്ടപ്പെടാനും ദുരിതം അനുഭവിക്കാനും ഭഗവാൻ വിധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് അനുഭവിക്കുക തന്നെ ചെയ്യും അല്ലേ. അങ്ങനെ ആ ദുരിതം അനുഭവിക്കുന്നതിൽ കൂടിയും ആ കഷ്ടതകൾ അനുഭവിക്കുന്നതിൽ കൂടിയും എന്താ സംഭവിക്കുന്നത്, നമ്മൾ ഭഗവാനിലേക്ക് എത്തേണല്ലേ. എത്ര കഷ്ടപ്പാടും ദുരിതങ്ങളും സങ്കടങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ശരണം പ്രാപിക്കുന്നത് എന്താ, ഭഗവാനാണ്. ഭഗവാന്റെ തൃപ്പാദങ്ങളാണ് ശരണം പറഞ്ഞു. അല്ലയോ ഭഗവാനി, ഞാൻ ഈ വിധത്തിലൊക്കെ അനുഭവിക്കാൻ എന്താ കാരണം, എല്ലാ കാര്യങ്ങളും ഭഗവാൻ അറിയുന്നതല്ലേ. അതുകൊണ്ട് ഭഗവാൻ ഞങ്ങൾക്ക് മോക്ഷത്തെ തരണേ, ഈ കഷ്ടതകളിൽ നിന്ന് രക്ഷിക്കണേ എന്നൊക്കെ നമ്മൾ ഒരിക്കലെങ്കിലും പ്രാർത്ഥിക്കാത്തവരാരും ഇല്ല അല്ലേ. എത്രയൊക്കെ ഒന്നും പറയണ്ട എന്ന് പറഞ്ഞാലും നമുക്കങ്ങനെ പ്രാർത്ഥിക്കേണ്ട ഒരു ഘട്ടങ്ങളൊക്കെ വരും. നമ്മൾ തീർച്ചയായിട്ടും ഭഗവാനെ വിളിക്കുക തന്നെ ചെയ്യും. ഏത് വിഭക്തനായാലും ഏത് ഭക്തിയില്ലാത്തവനായാലും അവൻ്റെ ചേതനയിൽ ഭഗവാന്റെ ഒരു രൂപം ഉള്ളിൽ സ്മരണയിൽ അവൻ്റെ മുജ്ജന്മ പുണ്യമനുസരിച്ച് വന്നു ചേരും. അങ്ങനെ അവൻ വിളിക്കുക തന്നെ ചെയ്യും, ഭഗവാനെ വിളിക്കുക തന്നെ ചെയ്യും. എത്ര ഭഗവാനെ പരിഹസിച്ച് നടക്കുന്നവനായാലും ഒടുവിൽ ചെന്ന് ചേരേണ്ടത് ആ തൃപ്പാദത്തിൽ തന്നെയാണെന്നുള്ളൊരു ചിന്ത നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. മനസ്സിലായ, നമ്മളെത്ര അഹങ്കാരിച്ചാലും എന്തെല്ലാം നേടിയാലും ആ നേട്ടങ്ങൾക്ക് പുറകെ നമ്മൾ എത്രയൊക്കെ പോയി കഴിഞ്ഞാലും ഒടുവിൽ നമ്മളെല്ലാവരും വന്നു ചേരേണ്ടത് എവിടെയാണ്, ഭഗവാന്റെ തൃപ്പാദത്തിൽ തന്നെയാണ് അല്ലേ. ഒരിക്കലെങ്കിലും ഭഗവാനെ വിളിക്കാത്തവരാരുമില്ല എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. കാരണം പലരും പല കാര്യങ്ങളും പുച്ഛത്തോടു കൂടി സംസാരിക്കുന്നവരൊടുവിൽ ക്ഷേത്രങ്ങളിൽ പോയി വരുന്നതും ഭഗവാനെക്കുറിച്ച് നല്ലത് പറയുന്നതൊക്കെ പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം ഏതൊരു അഹങ്കാരിക്കും ഒടുവിൽ ഭഗവാന്റെ തൃപ്പാദത്തെ വണങ്ങാതിരിക്കാൻ സാധിക്കില്ല. അതാണ് ഭഗവാന്റെ മഹത്വം അല്ലേ. തെറ്റുകളെ മനസ്സിലാക്കിച്ചു കൊടുക്കുന്നതിൽ കൂടി ഭഗവാൻ അവനെ നല്ല വഴിക്ക് നയിക്കുക കൂടിയാണ് ചെയ്യുന്നത് അല്ലേ. ഭഗവാനെ ഏറ്റവും കൂടുതൽ കുറ്റം പറഞ്ഞ ഭഗവാന്റെ ക്ഷേത്രങ്ങളിൽ പോവാതെയും ഒക്കെ നടക്കുന്ന പല അഹങ്കാരികളായ ചെറുപ്പക്കാരെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഒടുവിൽ അവർക്ക് എന്തെങ്കിലും സങ്കടമോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് ആയാൽ കൂടി അവർ ഭഗവാന്റെ നടയിലെത്താത്തവരില്ല. അതൊക്കെ ഭഗവാന്റെ ഒരു മഹത്വം തന്നെയാണ് അല്ലേ. അപ്പം അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, നമ്മൾ എന്ത് നേടിയിട്ടും യാതൊരു കാര്യവുമില്ല, എല്ലാം ഭഗവാൻ നൽകുന്നതാണ്. ആ ഭഗവാൻ അത് തിരിച്ചെടുക്കുവാനും സാധിക്കും എന്നൊരു ചിന്ത നമ്മളിൽ വേണം. അഹങ്കാരത്തിന് ഭഗവാനെ വിളിക്കാൻ പറ്റില്ല അല്ലേ. അഹങ്കാരത്തിൻ്റെ എതിരാളിയാണ് ഭഗവാൻ. അഹങ്കാരം എന്ന ശക്തിയെ സംഹരിക്കുന്നവനാണ് ഭഗവാൻ. മനസ്സിലായ, ആ അഹങ്കാരം ആരിലുണ്ടോ ആ അഹങ്കാരികളെ ഒന്നും ഭഗവാൻ ഇഷ്ടമല്ല. അഹങ്കാരം എളിമയാണ് ഭഗവാന് ഏറ്റവും ഇഷ്ടം. ആ എളിമ ഞാൻ പറഞ്ഞ പോലെ ഭൂമിദേവിയോളം ക്ഷമയുള്ള ശക്തിയാണ്. ആ എളിമയാണ് ഭഗവാൻ എന്തുകൊണ്ടും ഇഷ്ടം. ഒരിക്കലും ഒരു തരത്തിലുള്ള സമ്പത്തുണ്ടെന്നുള്ള അഹങ്കാരമോ ജ്ഞാനിയാണെന്നുള്ള അഹങ്കാരമോ ഭക്തനാണെന്നുള്ള അഹങ്കാരമോ ഒന്നും ആർക്കും വേണ്ട അല്ലേ. ഏതൊരു അഹങ്കാരം എങ്ങനെയുള്ളതായാലും ഭഗവാൻ ഇഷ്ടമല്ല. എളിമയാണ് ഭഗവാന് ഇഷ്ടം. അപ്പം നമ്മളെല്ലാവരും ചിന്തിക്കേണ്ടത്, ഒന്നിനെക്കുറിച്ചും നമ്മൾ അഹങ്കരിക്കേണ്ട. നമ്മളെല്ലാവരും ഭഗവാനിൽ ചേരുവാനുള്ളവരാണ്. അല്ലെങ്കിൽ ഭഗവാൻ തരുന്ന മുക്തിയും മോക്ഷവുമാണ് നമ്മൾ കാക്ഷിക്കുന്നത്, അല്ലാണ്ട് മറ്റൊന്നുമല്ല. നമ്മളായിട്ടൊന്നും നമുക്കൊന്നുമില്ല. നമ്മൾ വെറും ശരീരം മാത്രമായിട്ട് ഇരിക്കുന്നവരാണ്. ഈ ആത്മാവ് പോലും നമ്മുടെ അല്ല അല്ലേ. ഈ ആത്മാവ് പോലും ഭഗവാൻ എപ്പോൾ വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ ഈ ശരീരം മാത്രമേ നമുക്കുള്ളൂ. അതും അഗ്നിയിൽ വെച്ച് കഴിഞ്ഞാൽ ഭസ്മായി പോയി. അപ്പോൾ നമുക്കായിട്ട് ഒന്നുമില്ല. നമ്മൾ വന്നതും ഒന്നും കൊണ്ടുവന്നിട്ടല്ല, നമ്മൾ പോകുന്നതും ഒന്നും കൊണ്ടുപോയിട്ടല്ല അല്ലേ. അപ്പോൾ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ പരസ്പര ഐക്യത്തോടും സ്നേഹത്തോടും സഹകരണത്തോടും എളിമയോടും കൂടി ജീവിക്കുക എന്നുള്ളതാണ് ഒരു മനുഷ്യൻ്റെ കർത്തവ്യം. നല്ല പ്രവൃത്തികളിൽ കൂടി നല്ല ചിന്തകളിൽ കൂടി ജീവിക്കുക എന്നുള്ളതാണ് ഒരു മനുഷ്യനായി ജനിച്ച എല്ലാവർക്കും ഉള്ള കർത്തവ്യം. പക്ഷിമൃഗാദികൾക്കൊന്നും നമ്മളത് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവർക്ക് സംസാരിക്കാനൊന്നുള്ള കഴിവില്ല. അതുകൊണ്ട് അവർക്ക് ഭഗവാനെ വിളിക്കാനും പറ്റുന്നില്ല. അതുകൊണ്ട് നമ്മൾ വേണം വിളിച്ച് അവരെ കൂടി മോക്ഷത്തിലേക്ക് എത്തിക്കാൻ എന്നാണ് ഭഗവാൻ പറയുന്നത്. മനസ്സിലായ, എന്നാൽ അവർക്ക് മനുഷ്യനേക്കാൾ കൂടുതൽ പക്ഷിമൃഗാദികൾക്ക് സ്നേഹമുണ്ട്. മനസ്സിലായ, അവരവരുടെ കുലത്തിനോട് അവരുടെ വംശത്തിനോട് പക്ഷിമൃഗാദികൾക്ക് നല്ല
ഏകവും സ്നേഹമുണ്ട്. ഇതൊന്നും ഇല്ലാത്തത് മനുഷ്യന് മാത്രമാണ്. അതായത് ഭൂമിയിൽ ഇപ്പോൾ മനുഷ്യർ മൃഗങ്ങളായിക്കൊണ്ടിരിക്കുന്നൊരു ഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ആചാര്യന്മാരൊക്കെ പറയുന്നത്. കാരണം അത് വളരെയധികം ശരിയാണ്. കാരണം എവിടെ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് ക്രോധം മൂലം, മോഹം മൂലവും സ്വാർത്ഥത മൂലമൊക്കെയുള്ള വഴക്കുകളെ കാണുന്നുള്ളൂ. അടിപിടി, കൊലപാതകം, ഇതൊക്കെ നമ്മൾ കാണുന്നുള്ളൂ. ഇപ്പം എന്തെടുത്ത് നോക്കിയാലും, പത്രം എടുത്ത് നോക്കിയാലും, എന്ത് നോക്കിക്കഴിഞ്ഞാലും നമുക്ക് കാണാൻ കഴിയുന്നത് സ്വാർത്ഥത മൂലമുള്ള, അഹങ്കാരം മൂലമുള്ള, ക്രോധം മൂലമുള്ള വധങ്ങളും വധശ്രമങ്ങളുമാണ് കാണാൻ കഴിയുന്നത്. അപ്പം അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നും നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുവാനും നമ്മുടെ മനസ്സിനെ ഏകാഗ്രമാക്കുവാനും ഭഗവത് സ്വരൂപത്തെ നമ്മൾ മനസ്സിൽ കണ്ട് വിളിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതായത് നമ്മളെ ഭഗവാന് സമർപ്പിക്കുന്നതിൽ കൂടി നമ്മുടെ ആത്മാവിന് മോക്ഷം ലഭിക്കുകയാണ് ചെയ്യുന്നത്. ഭക്തി എന്ന് പറഞ്ഞാൽ അതാണ്. നമുക്കുള്ള ഒരു യഥാർത്ഥ ഭക്തന് എന്താ സംഭവിക്കുക? അവൻ സച്ചിദാനന്ദ സ്വരൂപനായ ഭഗവാനിൽ അവനെ തന്നെ സമർപ്പിക്കുകയാണ്. അവനെ തന്നെ സമർപ്പിക്കുമ്പോൾ അവന് പിന്നെ മറ്റൊരു ചിന്തയില്ല. തന്നെ ഭഗവാൻ നൽകി കഴിഞ്ഞു. ഇനി തനിക്ക് വേണ്ടതെല്ലാം നൽകേണ്ടതും തന്നെ എന്ത് ചെയ്യണം എന്നുള്ളതെല്ലാം ആരിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്? ഭഗവാനിലാണ്. മനസ്സിലായോ? അങ്ങനെ ഒരു ചിന്ത ഉളവായാൽ തന്നെ അവൻ യഥാർത്ഥ ഭക്തനായി. ആ യഥാർത്ഥ ഭക്തിയാണ് ഭഗവാനോടുള്ള സ്നേഹം, അല്ലേ? ഭഗവാനിലേക്ക് അടുപ്പിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഇന്ദ്രിയ വിഷയങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു. ഭഗവാനുള്ള 6 വൈരികളെ കുറിച്ചല്ല, മനുഷ്യൻ്റെ 6 വൈരികളെ കുറിച്ച് പറഞ്ഞു. ആ 6 വൈരികൾ മൂലം മനുഷ്യനുണ്ടാകുന്ന സങ്കടകരങ്ങളായ കാര്യങ്ങൾ, അവൻ പ്രവർത്തിക്കുന്ന ആ പ്രവർത്തന പദങ്ങൾ ഒക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അഹങ്കാരം കൊണ്ടുണ്ടാകുന്ന ഈ മനുഷ്യൻ്റെ ഈ 6 വൈരികൾ അവനെ പല വിധത്തിലുള്ള ജീവിതചര്യകളിൽ കൂടി വലിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോൾ അതിൽ നിന്ന് അവനുണ്ടാകുന്ന ദോഷങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ ഭഗവാനുള്ള 6 കാര്യങ്ങളും പറഞ്ഞു. അതെല്ലാം ദൈവികമായിട്ടുള്ളതും ആസുരശക്തികളെ ഇല്ലായ്മ ചെയ്യാനുള്ളതുമായിട്ടുള്ളതാണ് ഭഗവാന്റെ ഈ 6 ഗുണങ്ങളെന്നും പറഞ്ഞു. പിന്നെ ഈ മനുഷ്യനിലുള്ള ഈ 6 ഇന്ദ്രിയ ഗുണങ്ങളെല്ലാം മനുഷ്യനുള്ള ഈ 6 വൈരികളും എന്താണ്? കലിക്ക് കയറാൻ ഒരു അവസരം കൊടുക്കുന്നതാണെന്നും, പിന്നെ ഈ 6 വൈരികൾ കൊണ്ട് തന്നെ മനുഷ്യന് ഗുണവും ചെയ്യും ദോഷവും ചെയ്യും എന്ന് പറഞ്ഞു. അതിന് ഗുണം ചെയ്യണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഈ 6 വൈരികളെയും അവൻ നിയന്ത്രിക്കാൻ ഉള്ള കഴിവ് സമ്പാദിക്കണം. ആ കഴിവ് സമ്പാദിക്കുന്നത് ഭഗവാൻ എന്ന ഭഗവാനിലുള്ള വിശ്വാസം കൊണ്ടും ഭഗവത് സേവ കൊണ്ടുമാണ് അവന് ആ 6 വൈരികളെ നിയന്ത്രിക്കുവാനായിട്ട് സാധിക്കുന്നത് എന്ന് പറഞ്ഞു, അല്ലേ? അപ്പോൾ ഭൂമിയിലേക്ക് നമുക്ക് വരുമ്പോൾ ഒന്നും നമ്മൾ കൊണ്ടുവരുന്നുമില്ല. ഭൂമിയിൽ നിന്നും നമ്മൾ പോകുമ്പോൾ നമ്മളൊന്നും കൊണ്ടുപോകുന്നില്ല, അല്ല, കൊണ്ടുവരുന്നുമില്ല, കൊണ്ടുപോകുന്നില്ല. ഒന്നും നമ്മുടേതല്ല, എല്ലാം ഭഗവാന്റെ തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് യാതൊരു നഷ്ടങ്ങളെക്കുറിച്ച് ഓർത്ത് ചിന്തിക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമുക്കുള്ള കർമ്മഫലങ്ങളെ നമ്മൾ അനുഭവിച്ച് തന്നെ തീർക്കണം. നമുക്ക് അതേപോലെ കർത്തവ്യങ്ങളുണ്ട്, കടമകളുണ്ട്. ആ കടമകളെല്ലാം നമ്മൾ യഥാവിധി നമ്മൾ തന്നെ വേണം. അങ്ങനെ നിർവഹിച്ചാൽ മാത്രമേ നമ്മുടെ ആത്മാവിന് മോക്ഷം ഉണ്ടാവുള്ളൂ, നമ്മൾ ശുദ്ധീകരിക്കപ്പെടുകയുള്ളൂ. അതല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? വീണ്ടും വീണ്ടും ഭൂമിയിൽ വന്ന് ജനിച്ച് വീണ്ടും വീണ്ടും ചെയ്ത പാപങ്ങൾ പിന്നെയും ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ഭഗവത് പ്രീതി കൊണ്ട്, അല്ലെങ്കിൽ ഭഗവാനോടുള്ള അടുപ്പം കൊണ്ട്, ഭഗവാനെ നമ്മൾ സ്നേഹിക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ഭഗവാനെ നമ്മൾ വിളിക്കുന്നത് കൊണ്ട് നമ്മുടെ മനസ്സ് ഭഗവാനിലേക്ക് എത്തുമ്പോൾ നമുക്ക് നല്ലത് ചിന്തിക്കാൻ, നല്ല കാര്യങ്ങൾ നിർവഹിക്കുവാൻ, നമ്മുടെ കടമകളെക്കുറിച്ച് നമുക്ക് ബോധം വരികയാണ്. അങ്ങനെ ഉണ്ടാകുന്ന ബോധത്തെ അറിവിനൊക്കെയാണ് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ ബുദ്ധി എന്ന് പറയുന്നത്. അപ്പോൾ ബുദ്ധി ഉണ്ടാകുമ്പോഴാണ് ജ്ഞാനം ഉണ്ടാകുന്നതെന്നൊക്കെ നമ്മൾ പറഞ്ഞു, അല്ലേ? അപ്പോൾ അങ്ങനെയുള്ളത് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ വക കാര്യങ്ങളിലേക്ക് എത്തിപ്പെടുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സിനും ശരീരത്തിനും സുഖവും ശാന്തിയൊക്കെ ലഭിക്കണമെങ്കിൽ നമ്മുടെ മനസ്സിനെ ഏകാഗ്രമാക്കി
ഭഗവത് ചിന്തയിൽ കൂടി നമ്മൾ കടന്നു പോകണം. എന്ത് കാര്യങ്ങളിലും നമുക്ക് ഭഗവാനെ കൂട്ടുപിടിക്കണം. അങ്ങനെ ഭഗവാനെ കൂട്ടുപിടിച്ചാൽ മാത്രമേ നമ്മുടെ എല്ലാ കാര്യങ്ങളും ശുഭമായി തീരുകയുള്ളൂ, അല്ലേ? എന്ത് കാര്യത്തിന് അല്ലാണ്ട് നമ്മളിലുള്ള അഹങ്കാരം കൊണ്ട് എല്ലാം നേടാമെന്നൊരു ചിന്ത നമ്മളിൽ വന്നാൽ നമുക്കൊന്നും നേടാനായിട്ട് സാധിക്കില്ല. മനസ്സിലായോ? ഇനി അഥവാ നേടിയാൽ തന്നെ അത് നിലനിൽക്കുന്നതായിരിക്കില്ല, അത് പെട്ടെന്ന് നശിക്കുന്നതായിരിക്കും. അപ്പം അതുകൊണ്ട് ഒട്ടും എന്നും നിലനിൽക്കുവാനും എല്ലാവിധത്തിലുള്ള ഐശ്വര്യങ്ങളും നമുക്ക് സിദ്ധിക്കുവാനും അങ്ങനെ നമ്മുടെ ആത്മാവിനെ ശുദ്ധീകരിക്കുവാനും ഭഗവാനിൽ എത്തിപ്പെടുവാനും നമ്മൾ ഭഗവത് സ്മരണയോടും ഭഗവത് ചിന്തയോടും കൂടി കഴിയണമെന്നും ഭഗവത് കീർത്തനങ്ങളും ഭാഗവതം പോലുള്ള പുരാണ ഗ്രന്ഥങ്ങളും എവിടെ പാരായണം ചെയ്യുന്നുവോ ആ ക്ഷേത്രങ്ങളിലൊക്കെ നമ്മൾ ചെന്ന് ശ്രദ്ധാപൂർവം അത് ശ്രവിക്കുകയും മനസ്സിലാക്കുകയും ചെയ്താൽ നമുക്ക് ഭഗവാനിലേക്കുള്ള ഭക്തി വർദ്ധിക്കുകയേ ഉള്ളൂ. ഒരിക്കലും ഭക്തിക്ക് കോട്ടൊന്നും സംഭവിക്കില്ല. കൂടുതൽ ഭക്തിയിലേക്ക് നമ്മൾ എത്തിപ്പെടും. അങ്ങനെയാകുമ്പോൾ തന്നെ നമ്മുടെ ആത്മാവ് ശുദ്ധീകരിക്കപ്പെടുന്നു, നമ്മുടെ മുജ്ജന്മ പാപങ്ങൾ ഇല്ലാതാക്കപ്പെടുന്നു, നമ്മൾ മോക്ഷപ്രാപ്തിയിലേക്ക് എത്തുന്നു. നമുക്ക് നല്ല നല്ല കാര്യങ്ങൾ, നല്ല നല്ല ചിന്തകളിലേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടുവരാൻ സാധിക്കുന്നു. അപ്പം എല്ലാവരും ഭഗവത് പ്രീതിക്കായിട്ട് ഭഗവാനെ നിത്യവും സേവിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ കഴിയുന്നു. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത എപ്പിസോഡ് അടുത്ത ആഴ്ച പറയുന്നതായിരിക്കും.